മുഖ്യമന്ത്രി പിണറായി വിജയനും ഡിജിപി ലോക്നാഥ് ബെഹ്റയും ഗവർണർ പി സദാശിവവുമായി കൂടിക്കാഴ്ച നടത്തി. തലസ്ഥാന നഗരിയിൽ ആർഎസ്എസ് നേതാവ് കൊല്ലപ്പെട്ടതിന്റെയും കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഗവർണറെ ധരിപ്പിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും അറസ്റ്റ് ചെയ്തതായും മുഖ്യമന്ത്രി ഗവർണറോട് പറഞ്ഞു. അതേസമയം എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മതിപ്പ് രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. രാവിലെ 11:30യോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡിജിപി ലോക്നാഥ് ബെഹ്റയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഗവർണറെ ധരിപ്പിച്ചു. ആർഎസ്എസ് നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. സമാധാന അന്തരീക്ഷത്തിനായി ബിജെപി അധ്യക്ഷനുമായും ആർഎസ്എസ് മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായും ബിജെപി അധ്യക്ഷൻ കുമ്മനം രാജശേഖരനുമായും താൻ ആശയവിനിമയം നടത്തിയതായും ഗവർണർ അറിയിച്ചു. ഇതിനിടെ ആർഎസ്എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മതിപ്പ് പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ടെലിഫോണിൽ വിളിച്ച് ആഭ്യന്തരമന്ത്രി വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. അപ്പോഴായിരുന്നു മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത വിവരം മുഖ്യമന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചത്. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി രാജ്നാഥ് സിംഗിനോട് വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജേഷിന്റെ കൊലപാതകത്തിൽ സിപിഎമ്മിന് പങ്കില്ല എന്ന് കോടിയേരി. മുഖ്യപ്രതി മണിക്കുട്ടന് സിപിഎമ്മുമായി ബന്ധമില്ല എന്നും കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നും കോടിയേരി. പ്രാദേശിക പ്രശ്നം സംസ്ഥാന പ്രശ്നമാക്കി മാറ്റുകയായിരുന്നുവെന്നും കൊലപാതകികളെ ഇതിനകം തന്നെ പിടികൂടിയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ശ്രീകാര്യത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ സിപിഐഎമ്മിന് പങ്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട രാജേഷും പ്രതിയായ മണിക്കുട്ടനും തമ്മിൽ 2 കേസുകൾ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ മുൻപ് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. പിടിയിലായ മണിക്കുട്ടൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണികണ്ഠനാണെങ്കിൽ സിപിഎമ്മുമായി ബന്ധമുള്ള ഒരാളല്ല. അദ്ദേഹം നേരത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. വിവിധ കേസുകളിൽ ആ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പല കേസുകളിലും പ്രതിയാണ്. ശ്രീകാര്യത്ത് നടന്നത് സിപിഐഎം ബിജെപി സംഘർഷം. എന്നാൽ ഈ പ്രാദേശിക വിഷയം ഉയർത്തി ബിജെപി നടത്തുന്ന ഹർത്താൽ രാഷ്ട്രീയ പ്രേരിതമായി സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സിപിഎമ്മിൻ്റെ മേലെ കെട്ടിവെച്ച് സിപിഎം നടത്തിയൊരു കൊലപാതകമാണെന്ന് പ്രചരിപ്പിച്ച് കേരളത്തിലാകെ ഹർത്താൽ സംഘടിപ്പിക്കാനും നാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് ആർഎസ്എസ് ബിജെപി നേതൃത്വം ഈ ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്ന ഉപവാസ സമരത്തെയും കോടിയേരി പരിഹസിച്ചു. ഇന്നൊരു ദിവസമല്ലേ, ഇന്ന് പക്ഷേ ഈ പെട്ടെന്നുള്ള ഹർത്താലായതുകൊണ്ട് പലർക്കും ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ ചെന്നുപെട്ട സ്ഥലം ഉച്ചഭക്ഷണം കിട്ടാത്തൊരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കാം അവരും ഒരു നിരാഹാരം നടത്തണമെന്ന് ഉദ്ദേശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ആർഎസ്എസ് കാര്യവാഹകയായ രാജേഷിനെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ വ്യക്തിവൈരാഗ്യമാണ് എന്ന് പ്രതികളുടെ വെളിപ്പെടുത്തൽ. തന്റെ ബന്ധു വീടിന് നേരെയുണ്ടായ ആക്രമണം നടത്തിയതും തനിക്കും കൂട്ടുകാർക്കുമെതിരെ രാജേഷ് പോലീസിൽ പരാതി കൊടുത്തതും കൊലപാതകത്തിന് വഴിവെച്ചുവെന്നും കേസിലെ മുഖ്യപ്രതി മണിക്കുട്ടൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. കൊലപാതകത്തിലെ 11 പ്രതികളിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം സംസ്ഥാനത്തെ ഗുണ്ടാവിരുദ്ധ സ്ക്വാഡ് പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ആർഎസ്എസ് കാര്യവാഹകയായ രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തി മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെ രാജേഷിന്റെ മരണമൊഴിയിലെ വെളിപ്പെടുത്തലും കൂടിയായപ്പോൾ പോലീസിന് പ്രതികളുടെ ചിത്രം വ്യക്തമായി. തുടർന്ന് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് പ്രത്യേക ടീമുകളായി ആരംഭിച്ചു. എല്ലാ അന്വേഷണത്തിനും IG മനോജ് എബ്രഹാമിന്റെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും മേൽനോട്ടം. ഒടുവിൽ പ്രതികളെ ഒളിവിലെ കേന്ദ്രമായ കാട്ടാക്കട പുലിപ്പാറയിലെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പോലീസ് പിടികൂടി. കേസിലെ മുഖ്യപ്രതി ഗുണ്ട ആക്ടിൽ നിരവധി തവണ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള മണിക്കുട്ടൻ, പ്രദീപ്, ഗിരീഷ്, മഹേഷ്, എബി, വിഷ്ണു, സിബി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു. കൊലപാതകത്തിന് വഴിവെച്ചത് വ്യക്തിവൈരാഗ്യമാണെന്നും കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയപരമായ യാതൊന്നുമില്ലെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി. രാജേഷുമായി പ്രാദേശികമായി ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ ബന്ധുവിന്റെ വീടിന് നേരെ രാജേഷും കൂട്ടരും ആക്രമണം നടത്തി.
ഇതിന് പ്രതികാരമായി രാജേഷിന്റെ ബന്ധുവീട് ഞാനും കൂട്ടാളികളും ചേർന്ന് ആക്രമിച്ചു. ഈ വിഷയത്തിൽ വീട്ടുടമയായ സ്ത്രീയെ ഉപയോഗിച്ച് രാജേഷ് ഞങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകി. ഒരു തരത്തിലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് രാജേഷിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും മണിക്കുട്ടൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതികൾ ഉപയോഗിച്ച ഇരുചക്ര വാഹനങ്ങളും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. അതേസമയം എല്ലാ പ്രതികളെയും ഉടൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. If anything happens like this, again, we will be again still കുറച്ച് കൂടുതൽ സ്ട്രോങ് ആവും കേട്ടോ. ഇപ്പോൾ സ്ട്രോങ് ആണ്. ഐ വിൽ ബി മച്ച് സ്ട്രോങ്ങർ ആക്ഷൻ. ഇത് മാത്രം കേസിൽ നിൽക്കില്ല, പ്രിവെന്റീവ് മറ്റേ എല്ലാ കാര്യങ്ങളും ഞാൻ ഇടും. പ്രതികളുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച പ്രാദേശിക തലത്തിൽ പോലീസ് പരിശോധന നടത്തും. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതും പോലീസ് ആലോചിക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് രാജ്നാഥ് സിംഗ് സംതൃപ്തി അറിയിച്ചത്. ശ്രീകാര്യത്ത് RSS പ്രവർത്തകൻ രാജേഷ് കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി പ്രകടിപ്പിച്ചു. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. പ്രധാന പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തതായും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവർ ആരായാലും മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ BJP ഓഫീസ് ആക്രമണം, കോടിയേരിയുടെ വീട് ആക്രമിച്ചത് തുടങ്ങിയ സംഭവങ്ങളിലും പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഈ നിലപാടിലാണ് ഫോണിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി അറിയിച്ചത്. അതേസമയം ശ്രീകാര്യം കൊലപാതകത്തിൽ രാഷ്ട്രീയ സ്വഭാവമില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രദേശത്ത് തന്നെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് സംഭവത്തിൽ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പലയിടങ്ങളിലും BJP പ്രവർത്തകർ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ചില ജില്ലകളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും CPMന്റെ പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഓഗസ്റ്റ് 2 വരെ പോലീസ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് RSS കാര്യവാഹകായ രാജേഷിനെ കഴിഞ്ഞ ദിവസമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രാത്രി തന്നെ BJP സംസ്ഥാനത്ത് ഹർത്താലിനും ആഹ്വാനം ചെയ്യുകയായിരുന്നു. 12 മണിക്കൂർ ഹർത്താൽ സംസ്ഥാനത്ത് ഭാഗികമായിരുന്നു. പല സ്ഥലങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു. കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ RSS BJP പ്രവർത്തകർ CPMന്റെ പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർത്തു. അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കൊല്ലത്ത് വിവാഹ പാർട്ടി സഞ്ചരിച്ച വാഹനത്തിനു നേരെയും ആക്രമണമുണ്ടായി. പലയിടങ്ങളിലും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി പോയവരുടെ വാഹനങ്ങളും ആശുപത്രിയിലേക്ക് രോഗികളുമായി പോയ സ്വകാര്യ വാഹനങ്ങളും ആക്രമണത്തിന് ഇരയായി. തെക്കൻ കേരളത്തിൽ KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. തിരുവനന്തപുരത്ത് RCC, മെഡിക്കൽ കോളേജ്, SIT എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട രോഗികൾക്കായി പോലീസ് വാഹനങ്ങൾ ഒരുക്കിയിരുന്നു. മധ്യകേരളത്തിലും ഹർത്താലിന്റെ പേരിൽ BJP RSS പ്രവർത്തകർ വ്യാപകമായി ആക്രമണം നടത്തി. നിരവധി സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായി. ആക്രമണ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയും ഹർത്താൽ അനുകൂലികൾ മർദ്ദിച്ചു. മലബാർ മേഖലയിലും ഹർത്താൽ ഭാഗികമായിരുന്നു. സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും നിരത്തിലോടി. വടക്കൻ ജില്ലകളിലും ഹർത്താൽ മറയാക്കി CPM പാർട്ടി ഓഫീസുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും കല്ലേറും ആക്രമണവുമുണ്ടായി. ചില സ്ഥലങ്ങളിൽ അക്രമം തടയാൻ ശ്രമിച്ച പോലീസുകാരെയും BJP പ്രവർത്തകർ മർദ്ദിച്ചു. സംസ്ഥാനത്ത് ആക്രമണം നടത്തിയ നിരവധി BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാർട്ടി ഓഫീസുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണം കണക്കിലെടുത്തും RSS പ്രവർത്തകന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലും തിരുവനന്തപുരത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നഗരത്തിൽ ആഗസ്റ്റ് മാസം 2 വരെ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്രമം ആര് നടത്തിയാലും അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. പോലീസിനോട് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും DGP ഉത്തരവിട്ടിരിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹർത്താലിന്റെ മറവിൽ കോട്ടയം നഗരത്തിൽ BJP RSS പ്രവർത്തകർ അഴിഞ്ഞാടി. തിരുനക്കരയിലെ CIT ഓഫീസ് അടിച്ചു തകർത്തു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റവും കല്ലേറുമുണ്ടായി. സംഘർഷത്തിൽ 8 പോലീസുകാർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ക്യാമറാമാൻമാരെ ആക്രമിച്ചുകൊണ്ടായിരുന്നു കോട്ടയം നഗരത്തിൽ ഹർത്താൽ അനുകൂലികൾ സംഘർഷത്തിന് തുടക്കമിട്ടത്. ക്യാമറാമാൻമാരായ അനിൽ ആലുവ, ലിബിൻ K. ഉമ്മൻ എന്നിവരുടെ ക്യാമറകൾ തട്ടിത്തെറിപ്പിച്ച് അസഭ്യവർഷം ചൊരിഞ്ഞു. അതിനുശേഷം പ്രകടനമായെത്തിയ RSS BJP പ്രവർത്തകർ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ അഴിഞ്ഞാടി. CPIMന്റെയും DYFIയുടെയും പ്രചരണ ബോർഡുകളും കൊടിമരങ്ങളും നശിപ്പിച്ചു.
തുടർന്ന് തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിക്ക് സമീപത്ത് CIT ഓഫീസ് തല്ലിത്തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പോലീസ് ലാത്തി വീശിയതോടെ അക്രമികൾ തിരുനക്കര അമ്പലമുറ്റത്തേക്ക് ഓടിക്കയറി. അതിനിടെ അക്രമത്തിന് നേതൃത്വം നൽകിയ ശശി എന്ന RSS പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തത് വീണ്ടും സംഘർഷത്തിനിടയാക്കി. അക്രമികളെ കയറ്റിയ പോലീസ് ജീപ്പ് വളഞ്ഞ് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയ ഹർത്താൽ അനുകൂലികൾ പോലീസുകാരെയും വളഞ്ഞിട്ട് ആക്രമിച്ചു. അതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ വീണ്ടും കല്ലേറും കയ്യേറ്റവും ഉണ്ടായി. തുടർന്ന് പോലീസ് നിലപാട് ഘടിപ്പിച്ചതോടെ ഹർത്താൽ അനുകൂലികൾ യോഗം പിരിഞ്ഞു. അക്രമത്തിന് നേതൃത്വം നൽകിയ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഘർഷത്തിൽ 8 പോലീസുകാർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംവിധായകൻ ജീൻ പോൾ ലാൽ ഹണിബി 2 എന്ന ചിത്രത്തിൽ അനുമതിയില്ലാതെ ഡബിൾ ഉപയോഗിച്ചു എന്ന യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചിത്രത്തിന്റെ CD പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. എറണാകുളം പനങ്ങാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹണിബി 2 എന്ന ചിത്രത്തിന്റെ CD പരിശോധിച്ചത്. അനുമതിയില്ലാതെ ബോഡി ഡബിൾ ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ വ്യക്തമായി. ബോഡി ഡബിൾ ഉപയോഗിച്ചതിന്റെ സാഹചര്യം സംബന്ധിച്ച് പ്രതികളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ചിത്രത്തിന്റെ സെൻസർ ചെയ്യാത്ത കോപ്പി ഹാജരാക്കാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ചിത്രത്തിന്റെ മേക്കപ്പ് മാനെയും പോലീസ് ചോദ്യം ചെയ്തു. ചിത്രീകരണ വേളയിൽ സെറ്റിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ഇത് സംബന്ധിച്ച് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും പോലീസ് കൂടുതൽ മൊഴിയെടുക്കും. നടി നൽകിയ പരാതിയിൽ ജീൻ പോൾ, നടൻ ശ്രീനാഥ് ഭാസി, സാങ്കേതിക പ്രവർത്തകരായ അനൂപ്, അനിരുദ്ധ് എന്നിവരാണ് പ്രതികൾ. അഭിനയിച്ചതിന് പ്രതിഫലം ചോദിച്ചപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും നടി പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ നടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു. 2016 നവംബർ 16 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ DGP TP സെൻകുമാറിനെതിരെ വീണ്ടും വിജിലൻസിൽ പരാതി. TP സെൻകുമാർ വ്യാജരേഖ ചമച്ച് സർക്കാരിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. പരാതിയിന്മേൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയതിലും മതസ്പർദ്ധ വളർത്തും വിധം പ്രസംഗിച്ചതിലും നിലവിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് TP സെൻകുമാർ. ഒന്നിനു പുറകെ ഒന്നായി മുൻ പോലീസ് മേധാവി TP സെൻകുമാർ നിയമക്കുരുക്കുകളിൽ അകപ്പെടുകയാണ്. വ്യാജരേഖ ചമച്ച് സർക്കാരിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിയെന്ന പുതിയ പരാതിയിൽ ഇപ്പോൾ സെൻകുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. DGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യത്തിൽ അന്ന് കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആയി നിയമനം ലഭിച്ചിട്ടും സെൻകുമാർ ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല. സർക്കാരിനെതിരെ സുപ്രീംകോടതിയിൽ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട 8 മാസം വരെ TP സെൻകുമാർ അവധിയിലായിരുന്നു. എന്നാൽ 8 മാസം വരെ മെഡിക്കൽ അവധിയിലായിരുന്നുവെന്ന നിലയിൽ വ്യാജരേഖയുണ്ടാക്കി സർക്കാരിൽ നിന്ന് 8 ലക്ഷം രൂപ അനധികൃതമായി നേടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതി. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലർ AJ സുക്കാറിനെയാണ് വിഷയം ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകിയത്. ഇടത് സർക്കാർ അധികാരത്തിലെത്തി DGP സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റിയ ശേഷം ജൂൺ മാസത്തിൽ സെൻകുമാർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയിൽ വ്യക്തിപരമായ കാരണങ്ങൾക്ക് പകുതി ശമ്പളത്തിൽ അവധി അനുവദിക്കണമെന്നതായിരുന്നു. അതേസമയം അവധി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ചികിത്സയിലായിരുന്നു താനെന്നാണ് സെൻകുമാർ രേഖകൾ ഹാജരാക്കിയത്. എന്നാൽ ഇത് വ്യാജരേഖയാണെന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കി സർക്കാരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ സെൻകുമാറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. പരാതിയിന്മേൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജിലൻസ് DYSP ബിജിമോനാണ് അന്വേഷണ ചുമതല. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയതിലും മതസ്പർദ്ധ വളർത്തും വിധം പ്രസംഗിച്ചതിലും നിലവിൽ 2 വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് TP സെൻകുമാർ. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PU ചിത്രയ്ക്ക് ലോക അത്ലറ്റിക്സിൽ പങ്കെടുക്കാനാകുമോ എന്ന് നാളെ അറിയാം. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ലോക അത്ലറ്റിക് ഫെഡറേഷൻ അനുകൂല മറുപടി നൽകിയാൽ ചിത്രയ്ക്ക് ലണ്ടൻ ടിക്കറ്റ് നൽകുമെന്നാണ് ഫെഡറേഷന്റെ നിലപാട്. അതേസമയം ചിത്രയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി നൽകാൻ മടിച്ച ഫെഡറേഷൻ സ്റ്റീപ്പിൾ ചേസ് താരം സുധാ സിംഗിന് അവസരം നൽകി. ആദ്യം യോഗ്യതയില്ലെന്നും ഒടുവിൽ സമയപരിധി കഴിഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് PU ചിത്രയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി നൽകാൻ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ മടിച്ചത്. ലോക ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിന്റെ എൻട്രി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അയച്ചുവെന്നും വൈകി അയക്കുന്ന എൻട്രി ഇനി രാജ്യാന്തര ഫെഡറേഷൻ സ്വീകരിക്കില്ലെന്നുമായിരുന്നു വിശദീകരണം. എന്നാൽ ടീമിൽ നിന്ന് തഴയപ്പെട്ട സ്റ്റീപ്പിൾ ചേസ് താരം സുധാ സിംഗിന് സമയപരിധി അവസാനിച്ചതിനു ശേഷവും ദേശീയ ഫെഡറേഷൻ ലോക മീറ്റിന് അവസരം നൽകിയിരുന്നു. ഒഡീഷ താരം ദുതി ചന്ദിനെ കൂടാതെയാണ് ചിത്രയ്ക്ക് മാത്രം അവസരം നൽകാൻ മടിച്ച് സുധാ സിംഗിന് കൂടി വൈൽഡ് കാർഡ് എൻട്രി നൽകിയത്. സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കാതിരുന്ന സുധയെ അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രത്യേക സമ്മർദ്ദം ചെലുത്തിയാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ സ്വർണമായിരുന്നു സുധാ സിംഗിന്റെ യോഗ്യതയായി ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഏഷ്യൻ വൻകരയിൽ സ്വർണം നേടിയ PU ചിത്രയ്ക്ക് മാത്രം എൻട്രി നൽകാൻ മടിച്ചതാണ് ഫെഡറേഷന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം വൈകിയാണെങ്കിലും ദേശീയ ഫെഡറേഷൻ ലോക അത്ലറ്റിക്സ് ഫെഡറേഷനോട് PU ചിത്രയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു.
ഔദ്യോഗിക മെയിലിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മറുപടി ലഭിച്ചാൽ ലണ്ടൻ ടിക്കറ്റ് ചിത്രയ്ക്ക് നൽകുമെന്നുമാണ് ഫെഡറേഷന്റെ ഇപ്പോഴത്തെ നിലപാട്. ഓഗസ്റ്റ് 4-നാണ് PU ചിത്രയുടെ 1500 മീറ്റർ മത്സരം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലപ്പെട്ട രാജേഷിന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്രക്കിടയിൽ കല്ലേറ്. PMGയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാരന് പരിക്കേറ്റു. യൂണിവേഴ്സിറ്റി കോളേജിന് നേർക്കും കല്ലേറ് ഉണ്ടായി. ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, എന്താണ് സംഭവിച്ചത്? അരുണ്, കഴിഞ്ഞ ദിവസം ശ്രീകാര്യത്ത് കൊല്ലപ്പെട്ട രാജേഷിന്റെ മൃതദേഹം ഇപ്പോൾ ശാന്തികവാടത്ത് സംസ്കരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ശാന്തികവാടത്തിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് വ്യാപകമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും PMGയിലും യൂണിവേഴ്സിറ്റി കോളേജും കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. NGO സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുമുണ്ട്. ഒപ്പം തന്നെ PMGയിലുള്ള സ്റ്റുഡന്റ് സെന്ററിന് നേരേക്കും ആക്രമണമായി. ഇത് തടുക്കാൻ ശ്രമിച്ച AR ക്യാമ്പിലെ വിപിൻ രാജ് എന്ന പോലീസുകാരന് പരിക്കേൽക്കുകയും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നീട് പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പാളയത്തെത്തിയ വിലാപയാത്ര രണ്ടായി പിരിഞ്ഞുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്കും സംസ്കൃത കോളേജിലേക്കും നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുകയും കോളേജിനുള്ളിലേക്ക് പടക്കമെറിയുകയും ചെയ്തു. വിദ്യാർത്ഥികളുമായി നേരിയ തോതിലുള്ള സംഘർഷത്തിന് ഇത് വഴിതെളിക്കുകയും ചെയ്തു. അക്രമികൾ വന്ന വാഹനം പിന്നീട് വിദ്യാർത്ഥികൾ കത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. പോലീസ് സ്ഥലത്തെത്തി വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ശാന്തികവാടത്ത് MLA അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ രാജേഷിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചു. ലെസ്ലി ജോൺ വിവരങ്ങൾ നൽകിയത്. വാർത്താ വിരൽത്തുമ്പിലെത്തിക്കാൻ പുതിയ വാർത്താ ആപ്ലിക്കേഷനുമായി കൈരളി ന്യൂസ് ഓൺലൈൻ. മലയാളികളുടെ മാറുന്ന അഭിരുചികൾ കണക്കിലെടുത്ത് കെട്ടിലും മട്ടിലും പുതിയ ഭാവത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. 17ാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളിയുടെ പുതിയ സംരംഭമായ ആപ്ലിക്കേഷന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കൈരളി കുടുംബത്തിൽ നിന്ന് ഒരു വാർത്താ ആപ്ലിക്കേഷൻ. മലയാളികളുടെ വാർത്താ ശ്രേണിയിലേക്ക് കൈരളി കുടുംബത്തിന്റെ നൂതന സംരംഭമായ കൈരളി ന്യൂസ് ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ കൂടി എത്തുന്നതോടെ വാർത്തകൾ ഇനി ഓരോ മലയാളിക്കും തൊട്ടറിയാം. മാറുന്ന കാലത്തിന്റെ അതിവേഗം മാറുന്ന പ്രസരണ രീതിയിലേക്ക് കൈരളി കൂടി ചുവടുവെക്കുന്നതോടെ മലയാള മാധ്യമ ലോകത്തെ മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. കൈരളി ഓൺലൈൻ ന്യൂസ് വിഭാഗത്തിന്റെ പുതിയ ആപ്ലിക്കേഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ലോകമെമ്പാടുമുള്ള 5000-ഓളം ആളുകൾ കൈരളി വാർത്തയുടെ ഉള്ളടക്കമുള്ള ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തത് വരാനിരിക്കുന്ന ഹിറ്റിന്റെ സൂചനയായി മാറി. കോർപ്പറേറ്റുകൾ ചേർന്നു നിയന്ത്രിക്കുന്ന മാധ്യമലോകത്ത് കൈരളി വ്യതിരിക്തതയോടെ നിലനിൽക്കേണ്ടതുണ്ടെന്നും അതിന് ഈ നൂതന സംവിധാനം ഉപകാരപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. കൂടുതൽ ആളുകളിലേക്ക് കൈരളി TV-യുടെ ആശയങ്ങൾ എത്തിക്കാൻ നടത്തുന്ന ഈ സംരംഭം ആപ്ലിക്കേഷൻ തുടങ്ങിയതോടുകൂടി നാം ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വർത്തമാനകാലത്തിന്റെ എല്ലാ വാർത്താ ഉള്ളടക്കവും ഒത്തുചേരുന്നതാവും കൈരളി ന്യൂസ് ഓൺലൈൻ എന്ന് ചെയർമാൻ മമ്മൂട്ടി സാക്ഷ്യപ്പെടുത്തി. ലോകത്തിൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കൂടുതലുണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രചോദനം കൂടെ ഈ ആപ്പിന് ഉപകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാളികൾ വാർത്തയറിയുന്ന രീതിയിൽ വന്ന മാറ്റത്തിനനുസൃതമായി കൈരളിയും ഒപ്പം ചുവടുവെക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് നടക്കുന്നത് മൾട്ടി കാസ്റ്റാണ്. നമ്മളുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സൃഷ്ടി, ഉള്ളടക്കം, അത് നമ്മൾ വിചാരിക്കാത്ത 100 കണക്കിന് പ്രതലങ്ങളിലാണ് അത് തത്തിക്കളിക്കുന്നത്. കൈരളി ന്യൂസ് ടവറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ A. വിജയരാഘവൻ, TR അജയൻ, അഡ്വക്കേറ്റ് MM മോനായി, VK മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് CK കരുണാകരൻ, AK മൂസ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കൈരളി TV സീനിയർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ M. വെങ്കിട്ടരാമൻ നന്ദി രേഖപ്പെടുത്തി. നിലവിൽ 4 ചാനലുകളുടെ നിയന്ത്രണാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷന്റെ 5ാം ഇന്ദ്രിയമായി മാറാൻ ഒരുങ്ങുകയാണ് പുതിയ ആപ്ലിക്കേഷൻ. S. ജീവൻകുമാർ, തിരുവനന്തപുരം.